നമസ്കാരം. കലാകൗമുദി ഓൺലൈനിലേക്ക് സ്വാഗതം. CPM-ന്റെ കൊല്ലം സംസ്ഥാന സമ്മേളനം കഴിയുമ്പോൾ പാർട്ടിയുടെ ഏകദൈവവും ഏകരക്ഷിതാവും പിണറായി വിജയൻ മാത്രമായി മാറുകയാണ്. പിണറായി വിജയനും MV ഗോവിന്ദനും ഒഴിച്ച് പാർട്ടിയുടെ ഇപ്പോഴത്തെ നേതൃത്വം മുഴുവൻ മാറുകയും അവരെല്ലാം വിസ്മൃതിയിലേക്ക് മറയുകയും ചെയ്യും. EP ജയരാജൻ മുതൽ AK ബാലൻ വരെ, മേഴ്സിക്കുട്ടിയമ്മ മുതൽ KK ശൈലജ വരെയുള്ളവർ പാർട്ടിയുടെ ഓരങ്ങളിലേക്ക് ഒതുങ്ങുകയാണ്. പിണറായി മാത്രമായിരിക്കും ഇനി പാർട്ടിയുടെ ഏകമുഖവും ഏക ശക്തി കേന്ദ്രവും. പിണറായിയെ മൂന്നാമതും മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചുകൊണ്ട് തെരഞ്ഞെടുപ്പിനെ നേരിടാനുള്ള ആഹ്വാനവുമായിട്ടായിരിക്കും കൊല്ലം സംസ്ഥാന സമ്മേളനം അതിൻ്റെ പരിസമാപ്തി കുറിക്കുക. പിണറായി വിജയനെ മുൻനിർത്തിയില്ലെങ്കിൽ കേരളത്തിൽ CPM-ന് ഭരണം കിട്ടുകയില്ല എന്ന് പാർട്ടി ഏതാണ്ട് ഉറപ്പിച്ചു കഴിഞ്ഞു. അതുകൊണ്ട് പ്രായ ഇളവിൽ പിണറായിക്ക് മാത്രം ആനുകൂല്യം കൊടുക്കുക, 75 വയസ്സ് കഴിഞ്ഞ നേതാക്കളിൽ പിണറായിയും സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനും ഒഴിച്ച് ബാക്കി എല്ലാവരെയും പാർട്ടിയുടെ നേതൃസ്ഥാനങ്ങളിൽ നിന്നും കേന്ദ്ര കമ്മിറ്റി മുതൽ സംസ്ഥാന സെക്രട്ടേറിയറ്റ്, സംസ്ഥാന കമ്മിറ്റി, ജില്ലാ കമ്മിറ്റി എന്നിവയിൽ നിന്നും ഒഴിവാക്കുക എന്ന നിർദ്ദേശമാണ് CPM-നുള്ളിൽ ഉരുത്തിരിഞ്ഞു വരുന്നത്. ഫലത്തിൽ CPM-ന്റെ ഇപ്പോഴത്തെ മുഖമായ നേതാക്കളെല്ലാം തന്നെ പതിയെ ഓരത്തേക്ക് ഒടുങ്ങേണ്ടി വരും. പിണറായി വിജയൻ, MV ഗോവിന്ദൻ എന്നീ 2 പേർ മാത്രമായിരിക്കും പഴയ തലമുറയിൽ CPM-ന്റെ നേതാക്കളായി ഇനി ജനങ്ങളുടെ മുന്നിൽ വരിക. പിണറായി വിജയൻ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയും അതുവഴി സർവശക്തനുമായ നേതാവ്. MV ഗോവിന്ദനാകട്ടെ സംസ്ഥാന സെക്രട്ടറിയും പിണറായിക്ക് പിന്നിൽ നിശബ്ദനായി നിൽക്കുന്ന ഒരു വീട്ടുവേലക്കാരനും. ഏതാണ്ട് അതേ രീതിയിലാണ് ഇനി CPM-ന്റെ അധികാരഘടന. 75 വയസ്സ് കഴിഞ്ഞവരെല്ലാവരും പാർട്ടി അധികാര സ്ഥാനങ്ങളിൽ നിന്നും ഒഴിയണമെന്ന കേന്ദ്ര കമ്മിറ്റിയുടെ പഴയ നിർദ്ദേശം പിണറായിക്ക് വേണ്ടി മാത്രം മാറ്റിവെക്കുകയാണ്. വേണമെങ്കിൽ MV ഗോവിന്ദനും സംസ്ഥാന സെക്രട്ടറിയായി തുടരാം, അത് പിണറായിയുടെ മാത്രം താല്പര്യമാണ്. MV ഗോവിന്ദൻ സംസ്ഥാന സെക്രട്ടറിയായി തുടരട്ടെ എന്നുള്ള താല്പര്യം പിണറായി വിജയൻ പ്രകടിപ്പിച്ചു കഴിഞ്ഞതോടെ അദ്ദേഹത്തിൻ്റെ സ്ഥാനം ഉറച്ചു. അതോടൊപ്പം തന്നെ മുഹമ്മദ് റിയാസിനെ CPM-ന്റെ കേന്ദ്ര കമ്മിറ്റിയിലേക്ക് എത്തിക്കാനുള്ള നീക്കവും ശക്തമായി കഴിഞ്ഞു. ന്യൂനപക്ഷ സമുദായ അംഗമായ ഒരാൾ CPM-ന്റെ കേന്ദ്ര കമ്മിറ്റിയിലേക്ക് എത്തേണ്ടത് അനിവാര്യമാണ്, പ്രത്യേകിച്ച് മുസ്ലിം സമൂഹത്തിൽ നിന്നൊരാൾ. നേരത്തെ പാലൊളി മുഹമ്മദ് കുട്ടിയും ഇളമരം കരീമുമെല്ലാം കേന്ദ്ര കമ്മിറ്റിയിൽ ഉണ്ടായിരുന്നു. അവരെല്ലാം ഇനി പതിയെ ഒഴിയുകയാണ്. പാലൊളി നേരത്തെ ഒഴിഞ്ഞു കഴിഞ്ഞു. അപ്പോൾ ഏതാണ്ട് പിണറായി വിജയൻ എന്ന ഏകമുഖത്തെ മുൻനിർത്തി ഇനി CPM 2026 തെരഞ്ഞെടുപ്പിനെ നേരിടുകയാണ്. പിണറായി വിജയനല്ല എങ്കിൽ ഭരണം കിട്ടുകയില്ല എന്ന് CPM ഉറപ്പിച്ചു കഴിഞ്ഞു. പിണറായി വിജയനല്ലാതെ മുന്നോട്ട് വയ്ക്കാൻ CPM-ന് ഒരു നേതാവും കേരളത്തിലില്ല. ജനങ്ങൾ വോട്ട് ചെയ്യണമെങ്കിൽ പിണറായി വിജയൻ മുന്നിൽ വേണം. അതല്ലാതെ ഒരു നേതാവിനും ജനങ്ങൾക്ക് മുന്നിൽ അപ്പീലില്ല, ജനങ്ങളെ ആകർഷിക്കാൻ കഴിയുന്നതില്ല. ഒരുപക്ഷെ CPM-നെ സംബന്ധിച്ചിടത്തോളം ഇത് വലിയ പ്രതിസന്ധിയാണ്. കാരണം ഒട്ടനവധി നേതാക്കൾ CPM-ൽ ഉണ്ടായിരുന്നു. എല്ലാം ജനകീയ മുഖമുള്ളവർ. AKG, EMS, EK നായനാർ, VS അച്യുതാനന്ദൻ തുടങ്ങി നേതാക്കളെല്ലാം ജനകീയ മുഖമുള്ള, ജനങ്ങളുമായി സംവദിക്കാൻ കഴിയുന്ന, ജനങ്ങളിൽ നിന്ന് ഉയർന്നു വന്ന നേതാക്കളായിരുന്നു. അതുകൊണ്ട് ഇവർക്ക് ആരെയും ഇവരെ മാറ്റി നിർത്താൻ കഴിയില്ലായിരുന്നു. എന്നാൽ ഇപ്പോൾ അങ്ങനെയല്ല. പിണറായി വിജയൻ മാത്രമാണ് ഏകമുഖം, ഏകജനകീയ നേതാവ് എന്ന നിഗമനത്തിലേക്ക് പാർട്ടി എത്തിച്ചേർന്നിരിക്കുകയാണ്. അതുകൊണ്ട് 3ാം തവണയും പിണറായി വിജയൻ നയിക്കും. ഇനി പിണറായി മാത്രമാണ് CPM-ന്റെ ജനങ്ങൾക്ക് മുന്നിലുള്ള മുഖം. പിണറായി മാത്രമാണ് ശക്തി കേന്ദ്രം. ഏകരക്ഷിതാവും ദൈവവും അങ്ങ് മാത്രമാണെന്ന് CPM ഇപ്പോൾ 2 കൈയും ഉയർത്തി പറയുകയാണ്.